നാളെ മ്യൂസിക് ഷോയ്ക്ക് ഉറപ്പായിട്ടും ഞാനും വരുന്നു. സത്യമാണ് വസീ പറയുന്നത്. ആദ്യം പറഞ്ഞത് കേട്ടില്ലേ, ഈ കുടുംബത്തിലെല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ ഉണ്ടാവണമെന്ന്. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. എന്തായാലും ഞാൻ റെഡി. ഓ, അമ്മ മ്യൂസിക് ഷോയ്ക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ? നാളെ അവിടെ ശ്യാമയുടെ വീഴ്ച നേരിട്ട് കാണുമ്പോ ഈ സന്തോഷമെല്ലാം താനെ അങ്ങ് തീരും. അതുവരെ സന്തോഷിക്കട്ടെ പാവങ്ങള്. മനസ്സാ, ഒരു സെൽഫി. ഈ റിയാലിറ്റി ഷോ വിൻ ചെയ്യുന്ന മാനസയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലേ? അതെ, ഞാൻ വിൻ ചെയ്യും. അല്ല, മാനസയുടെ എതിരാളി ശ്യാമയാണല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആരെക്കുറിച്ചും എനിക്കൊന്നും പറയാനില്ല. പ്രവൃത്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്യാമിയെ ജയിക്കാൻ എനിക്ക് കഴിയും, അതിന് സംശയമില്ല. മാറിയുന്നേ മമ്മി. വല്ലാത്ത ജാടയാണല്ലോ. അതെ അതെ. ഹലോ ശ്യാമ. ഹലോ ചേച്ചി. ആ ശ്യാമേ, നിങ്ങൾ മത്സര സ്ഥലത്തെത്തിയോ? ആ, ഞങ്ങളുടെ ഇപ്പൊ എത്തിയുള്ളൂ. ചേച്ചി വരുന്നില്ലേ? ആ, അത് ശ്യാമേ, ഒരു പ്രശ്നമുണ്ട്. ഫോൺ സ്പീക്കറിലിട്, അഖിലൂടെ കേക്കട്ടെ. ആ. അത് ശ്യാമേ, ഇവിടെ ഓഫീസില് ഐശ്വര്യ മഹിമ എന്ന് പറഞ്ഞൊരു സ്ത്രീയായിട്ട് ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവര് തമ്മി മ്യൂസിക് ഷോയുടെ കാര്യവും ശ്യാമയുടെ കാര്യവും ഒക്കെയാ പറയുന്നത്. ഒന്നും എനിക്കത്ര വ്യക്തമല്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ശ്യാമ എന്തോ അപായപ്പെടുത്താനുള്ള തന്ത്രങ്ങളാ അവര് തമ്മിൽ പറയുന്നത്. എന്തായാലും ശ്യാമ ശരിക്കും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ശ്യാമേ, അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. സാരമില്ല ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം. അഖിലും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അശ്വതി ചേച്ചി ടെൻഷൻ ആവണ്ട, ശ്യാമയ്ക്ക് ഒന്നും പറ്റില്ല, ഞാനുണ്ട് കൂടെ. ഇപ്പോഴാ ആശ്വാസമായേ. ശരി, കാണാം. എന്നാ ശരി. അമ്മ, ഒന്നും സംഭവിക്കില്ല, ഞാനില്ലേ കൂടെ.